നമസ്കാരം. കണ്ടോ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവരും ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം പറയുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണോ? ഞാനേ ഒരു സന്തോഷ വാർത്ത പറയട്ടെ. 6 മാസമായി നമ്മളുടെ ഈ ചാനൽ തുടങ്ങിയിട്ട്. ഈ കണ്ടോ കേട്ടോ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഓഗസ്റ്റ് 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ 16-ാം തീയതി വന്ന 6 മാസം ആവുകയാണ്. അപ്പോൾ എനിക്ക് 535 സബ്ബായിട്ടുണ്ട്. 500 പകുതിയിലെത്തിയിട്ടുണ്ടല്ലേ. എന്ത് സന്തോഷമാണ്! ഈ സന്തോഷം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണ്ടേ. നിങ്ങളാണ് ഇതിവിടെ വരെ എത്തിച്ചത്. അപ്പോൾ അതിൻ്റെ സ്നേഹവും സന്തോഷമൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങനെ വാരിക്കോരി തരാണ് കേട്ടോ. വീണ്ടും നമ്മളുടെ കാര്യത്തിലേക്ക് വരാം. പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പ്രാർത്ഥനയുടെ ശക്തി സർവ്വലൗകികമായിട്ട് മതങ്ങളാൽ ആദരിക്കപ്പെടുകയും എന്നാൽ ഇത്രയേറെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായി പ്രാർത്ഥനയെപ്പോലെ മറ്റൊരു കാര്യവുമില്ല. നിങ്ങൾ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള മിക്ക ആൾക്കാരും പ്രാർത്ഥനയുടെ ശക്തിക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരായിരിക്കും. തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചതിന് അയാൾ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മുന്നിലേ അങ്ങനെ നിരത്തി വയ്ക്കും. അതേസമയം പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കാതെ പോയതിനും ഉദാഹരണങ്ങൾ ഇങ്ങനെ നിരത്തി വയ്ക്കും. ഈ വൈരുദ്ധ്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കുക? നിസ്സാര കാര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കും ഫലം ലഭിച്ചതായും അതിപ്രാധാന്യമുള്ള ഒരു കാര്യത്തെ ചൊല്ലിയുള്ള പ്രാർത്ഥന പാഴായി പോയതായും നമുക്ക് കാണാൻ കഴിയും അല്ലേ? നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് അനുഭവത്തിലും ഉണ്ടാകാം. ഭക്തന്മാർ പറഞ്ഞു വയ്ക്കാം, അത് ദൈവനിശ്ചയമാണ്. നമ്മളുടെ ഇങ്ങനത്തെ വീഡിയോകളിലൊക്കെ ഇതിനെ പറ്റിയിട്ടുള്ളൊരു വിശദീകരണം ആവശ്യമാണോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. നിഗൂഢ ശക്തികളുടെ ഉപാസകരെന്ന നിലയിൽ പ്രാർത്ഥനയിൽ പോലും ഏതാനും നിയമങ്ങൾ ഉള്ളതായിട്ട് നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഈ നിയമങ്ങളെ കണ്ടെത്തിയിട്ട് നമുക്കൊന്ന് എന്താ പറയുക, കീറി മുറിച്ച് നോക്കാം അല്ലേ? ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. നമുക്കൊന്ന് നോക്കാം. ആദ്യമായി വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. ഇവിടെ പ്രാർത്ഥന ഈശ്വരനോടാണ്. എങ്കിലും പലപ്പോഴും മിക്കവാറും എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പ്രാർത്ഥന മറ്റു ശക്തികളെയാണ് ലക്ഷ്യമാക്കുന്നത്. ഉദാഹരണത്തിന് പലരും ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ദേവി സമ്പത്തിൻ്റെ ദേവതയായിട്ടാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പരിഗണിക്കപ്പെടുന്നതും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ചുഴിഞ്ഞു നോക്കുമ്പോൾ പല പ്രാർത്ഥനകളും എത്ര ബാലിശ്യമാണെന്നും എത്രയേറെ പ്രാർത്ഥനകൾ എന്താ പറയുക, ഒരു കാര്യമില്ലാണ്ടായിട്ട് പോകുന്നതൊക്കെ അല്ലേ, അങ്ങനെ ആയി പോകുന്നതൊക്കെ വ്യർത്ഥമായിട്ട് വെറുതെ പോകുന്ന പ്രാർത്ഥനകൾ. ശരാശരി മനുഷ്യർക്കിടയിൽ പ്രാർത്ഥനയെക്കുറിച്ചൊരു ധാരണയില്ല. അച്ഛനമ്മമാരോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്ന കുട്ടികളെപ്പോലെയാണവർ. ചിലപ്പോഴവർക്ക് കിട്ടുന്നുണ്ട്, ചിലപ്പോഴവർക്ക് കിട്ടണില്ല. പണ്ട് ഏതോ ഒരു വീഡിയോ, ഭയങ്കര വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ? ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല എന്നൊരു കുട്ടി ഒരു കുഞ്ഞു ഒരു കാര്യം ചെയ്ത് നോക്കിയിട്ട് ആളുടെ ഒരു ഡയലോഗ് അത്. ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല എന്ന് എന്ന പോലെയാണ്. ചിലപ്പോഴവർക്കത് കിട്ടണോ, ചിലപ്പോൾ അവർക്കത് കിട്ടണില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവർക്കും മനസ്സിലാവാറില്ല. ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിയമം മനസ്സിലാക്കി ഉപയോഗിക്കാൻ ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും മഹത്വവും അതുപോലെ തന്നെ രഹസ്യ സ്വഭാവികളുമായിട്ടുള്ളൊരു സംഘടനകളിലൊന്ന് നൂറ്റാണ്ടുകളിലൂടെ നടത്തിയ പരീക്ഷണങ്ങളുടെ ഒരു ഫലമാണ് നമ്മളുടെ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള പ്രപഞ്ച രഹസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളുടെയൊക്കെ അടിസ്ഥാനം ഉള്ളടക്കം ഇതാണെന്നുള്ളത് നമ്മൾ ആദ്യം തൊട്ടിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൗതിക നേട്ടത്തിന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈ പറയുന്ന സംഘടനയിലെ അംഗങ്ങളെ
പഠിപ്പിച്ചു കൊടുത്തിട്ടും ഉണ്ട് എന്നും എനിക്ക് തോന്നുന്നു. എനിക്കത് കറക്റ്റ് അറിയില്ല. പക്ഷേ അങ്ങനെ പഠിപ്പിക്കുന്ന പല ആൾക്കാരും പല വീഡിയോകളും ഞാനും കാണുന്നുണ്ട്. ഞാനതിൽ ഇൻവോൾവ് ആയിട്ടുമുണ്ട്. അതും കൂടെ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം ഇത് നമ്മൾ എൻ്റെ വീഡിയോയിൽ കാണുന്നത് മാത്രമല്ലാതെ കുറച്ചും കൂടെ നിങ്ങളെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്ന കുറച്ച് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസവും അവർ പറയുന്ന ടാസ്കുകളെല്ലാം ചെയ്ത് ഇങ്ങനെ എല്ലാ ദിവസവും കറക്റ്റ് അങ്ങനെ ഒരു ചിട്ടയോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക അല്ലേ. ഇതിപ്പം ഒരു വീഡിയോ കണ്ട് എപ്പോഴെങ്കിലും നമ്മളുടെ കണ്ണിൽ കാണണ അല്ലെങ്കിൽ കേൾക്കണ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടണ കാര്യങ്ങൾ നമ്മൾ കേട്ട് മറക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ചെയ്യണത്. അതല്ലാതെ എല്ലാ ദിവസവും എന്ന് പറയണ പോലെ നമ്മളെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനത്തെ കുറച്ച് ക്ലാസ്സുകളുണ്ട്. അതിലെനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് കേട്ടോ. അത് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഗംഭീര റിസൾട്ടായിരിക്കും ഉണ്ടാവുക. അതും കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു 10 എണ്ണത്തിൽ 9 എണ്ണെങ്കിലും നടക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മളെ നിസ്വാർത്ഥമായിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങി വരാൻ. അതല്ലാണ്ട് നമ്മൾ കുറച്ച് എന്താ പറയുക, മനസ്സിൻ്റെ, ഞാൻ ആദ്യമുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ശുദ്ധ മനസ്ഥിതിയോട് കൂടിയിട്ട് ഇനി ഒരാൾക്ക് ഉപദ്രവമില്ലാത്ത കാര്യങ്ങൾ വേണം നമ്മൾ പ്രാർത്ഥനയിൽ കൊണ്ടുവരേണ്ടത്. എങ്ങനെ ചെയ്തു പോകണം, ഇതിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഫലം നൽകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ ഏതാനും ഘടകങ്ങൾ അതിൻ്റെ അകത്ത് ഇല്ല എന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പ്രക്രിയ നിങ്ങൾ ശരിയായിട്ടല്ല നടത്തുന്നതെന്ന് വേണമെങ്കിലും മനസ്സിലാക്കാം. ധ്യാനത്തിനായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് വളരെ സമാധാനത്തോടെ സ്വസ്ഥതയോടു കൂടി ഇരിക്കുക. മനസ്സിൽ നിന്ന് ബാഹ്യലോകത്തെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും മാറ്റിവെക്കുക. ഭൗതിക രൂപം പ്രാപിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിന്ത മാത്രം അതിൽ നിലനിർത്തുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിന്ത മാത്രം മതി കേട്ടോ. അതിൻ്റെ അകത്ത് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണേ. ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ ഒരേ സമയം സാധിക്കാൻ ശ്രമിക്കരുത്. ആ ഒരെണ്ണം ഭൗതിക രൂപം പൂണ്ട് കിട്ടിയതിന് ശേഷം മാത്രമേ മറ്റൊന്നിനെക്കുറിച്ചു നിങ്ങൾക്ക് ചിന്തിക്കാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെങ്കിലും അതിന് ദൃശ്യവൽക്കരിക്കുകയാണ് വേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദൃശ്യവൽക്കരണത്തെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, 5-ാമത്തെ തോന്നുന്നു, അതെ 5-ാമത്തെ എപ്പിസോഡിൽ. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ പാർട്ട് 5 അതെന്നെ തോന്നുന്നു, അതിൽ ഉണ്ടാവും. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. അതിൽ വിശദമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ സ്ക്രീനിൽ വരയ്ക്കുന്ന ചിത്രം അത് എത്ര സജീവമാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു, അതിന് നിറവും ഗന്ധവും ചലനങ്ങളും നൽകുക. അതിന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അത് സത്യമായിട്ട്, അതായത് നമുക്കത് സ്വപ്നമേതാ യാഥാർത്ഥ്യമേതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിൽ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നണം. മനസ്സിൽ സങ്കല്പിക്കുന്ന എന്തും ഭൗതിക തലത്തിൽ യാഥാർത്ഥ്യമാക്കുവാനുള്ള കഴിവ് നമ്മളിൽ ഓരോരുത്തർക്കും നൽകിപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു നിയമമായിട്ട് അല്ലെങ്കിൽ പ്രമാണമായിട്ടൊക്കെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ദൃശ്യവൽക്കരിക്കുന്ന എന്ത് കാര്യങ്ങളായിക്കോട്ടെ അത് നിങ്ങൾക്ക് ഈ ഭൗതിക തലത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൺവെട്ടത്ത്, നിങ്ങളുടെ ഈ ജീവിതത്തിൽ, പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്കത് സൃഷ്ടിക്കപ്പെടുവാൻ സാധിക്കുന്നതാണ്. എടുത്തുചാട്ടത്തിനെതിരെ ഒരു മുന്നറിയിപ്പ് പറയട്ടെ. നിങ്ങൾ ദൃശ്യവൽക്കരിക്കുന്ന ആഗ്രഹം യാഥാർത്ഥ്യമായി തീരുവാനുള്ള ഭൗതിക മാർഗങ്ങളാവുന്നത്ര നിങ്ങൾ തന്നെ ഒരുക്കണം. ദൃശ്യവൽക്കരിക്കുമ്പോൾ വിചാരരൂപങ്ങൾ അല്ലെങ്കിൽ വിചാരരൂപത്തിൽ ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഊർജം കുന്നുകൂടി വരുമ്പോൾ അത് പുറത്തേക്ക് കടക്കാനുള്ള വാതിലുകൾ നമ്മൾ തയ്യാറാക്കണം. അതിനുള്ള ഭൗതിക സാധ്യതകൾ കണ്ടെത്തി ആ വാതിലുകൾ നിങ്ങൾ തുറന്നു വെക്കുന്നില്ലെങ്കിൽ
അത് നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ പൊട്ടിച്ചിതറും, പൊട്ടിത്തെറിക്കും. അതിനൊരു കുഞ്ഞൊരു കഥയുണ്ട്, അത് പറഞ്ഞു തരട്ടെ. കുറച്ച് നാൾ മുന്നേ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത്. ഒരാൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ രീതി ചെയ്തിട്ട് ഒരാൾ ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 10,000 രൂപ വേണമെന്നായിരുന്നു കേട്ടോ. ഏതാനും മാസങ്ങൾ അയാൾ ശരിയായ രീതിയിൽ നമ്മുടെ ഈ പറഞ്ഞ പ്രകാരം മെഡിറ്റേഷനും കാര്യങ്ങളും ദൃശ്യവൽക്കരണവും ഒക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ തൻ്റെ ആഗ്രഹം സാധിക്കാൻ അയാൾ സ്വന്തം നിലയിൽ ഒന്നും ചെയ്യണില്ല. 10,000 രൂപ വേണം, 10,000 രൂപ വേണമെന്ന് മാത്രമേ ഇയാൾ പ്രാർത്ഥിക്കണുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കണില്ല. കാശുണ്ടാക്കാനുള്ള വഴികൾ ആൾ തേടി പോണില്ല. ആഗ്രഹം മാത്രം, പ്രാർത്ഥന മാത്രമായിട്ട് ഇരുന്നു. ഒരു ദിവസം അയാൾ റോഡ് മുറിച്ചിട്ട് ഇങ്ങനെ കിടക്കുക, ക്രോസ് ചെയ്ത് പോണ സമയത്ത് ഒരു കാറ് വന്നിട്ട് അയാളെ അങ്ങോട്ട് ഇടിച്ചിട്ടു. അയാളുടെ അടുത്ത കൈയും പിന്നെ കുറച്ച് വാരിയിലൊക്കെ അങ്ങോട്ട് പൊടിഞ്ഞങ്ങോട്ട് പോയി. ഭാഗ്യത്തിന് വലിയ അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാണ്ട് അയാൾക്ക് ആശുപത്രി വിടാൻ കഴിഞ്ഞു. കോടതിയിൽ കേസ് തീർപ്പായപ്പോൾ അയാൾക്ക് നഷ്ടപരിഹാരമായിട്ട് ലഭിച്ച തുക എത്രയാണെന്നറിയോ? ഈ പറയണ അയാൾ ആഗ്രഹിച്ച, അയാൾ പ്രാർത്ഥിച്ച 10,000 രൂപയായിരുന്നു. താൻ തന്നെയാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന് അയാൾക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റി. അതായത് ഈ 10,000 രൂപയ്ക്ക് അയാൾ ആഗ്രഹിച്ചത് കിട്ടിയെങ്കിലും അതെങ്ങനെ കിട്ടി എന്നുള്ളതും ആ ഒരു സംഭവത്തിന് ശേഷമാണ് ആൾക്ക് മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പ്രാർത്ഥനാ രീതി മാനസികമായ സൃഷ്ടിയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഊർജം ഉൽപ്പാദിപ്പിച്ച് ആഗ്രഹം സാധിക്കാനായി അതിനെ ഉപയോഗിക്കുന്ന ഒരു മാനസിക പ്രക്രിയയാണത്. എന്നാൽ പലപ്പോഴും വളരെ കുറച്ചും കൂടി എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന മറ്റൊരു രീതിയും കൂടിയുണ്ട്. ഇത് മനസ്സിലും നമ്മളുടെ ഇച്ഛാശക്തിയിലുമല്ല, സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നതാണ്. ഇതേറ്റവും എളുപ്പത്തിലായിട്ട് നടത്താൻ പറ്റുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, നിങ്ങളെ തന്നെ സഹായിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരെ നമ്മൾ സഹായിക്കലാണെന്നുള്ളത്. അവർക്ക് സ്നേഹം നൽകുന്നതിലൂടെയാണ് നിങ്ങളിത് സാധിക്കുന്നത്. മാനസിക ഊർജത്തോളം തന്നെ വ്യക്തവും ശക്തവുമായിട്ടുള്ള മറ്റൊരു ഊർജമുണ്ട്. കൂടുതൽ ഉചിതമായി മറ്റൊരു വാക്കിൻ്റെ അഭാവത്തിൽ ഞങ്ങളതിനെ സ്നേഹമെന്ന് വിളിക്കും, സ്നേഹമെന്ന് പറയും. നമുക്ക് ബോധപൂർവം സംഭരിക്കുകയും അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് പ്രസരിക്കുകയും ചെയ്യാവുന്നതാണ് ഈ സ്നേഹത്തിൻ്റെ ഊർജത്തിൻ്റെ രൂപം. ലഭിക്കുന്നവന് അത് പോഷകമാണ്. അത് അദ്ദേഹത്തിന് എല്ലാവിധത്തിലും ഐശ്വര്യമുള്ളതാക്കി തീർക്കുന്നു. ഇതിൽ നിന്ന് എപ്പോഴും നന്മ മാത്രമാണ് സംഭവിക്കുക. പിഴവ് പറ്റുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുകയും വേണ്ട, ഭയപ്പെടുകയും വേണ്ട. എല്ലാവർക്കും, മിത്രത്തിനും ശത്രുവിനും ഒരുപോലെ നന്മ നേരുക എന്ന് ധ്യാനത്തെക്കുറിച്ചുള്ള അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എല്ലാവർക്കും, മിത്രത്തിനും ശത്രുവിനും, അല്ലേ, നമുക്ക് പ്രിയപ്പെട്ടവർക്കും നമുക്ക് പ്രിയപ്പെടാത്തവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ നമ്മൾ പറയുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ടെലിപ്പതി, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടെലിപ്പതി പരിശീലിക്കാൻ നിങ്ങൾക്ക് എന്തുമാത്രം സാധ്യമാകും? നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഊർജ്ജം മാത്രം ഉപയോഗിച്ചിട്ട് ദൂര സ്ഥലങ്ങളിൽ നമുക്കങ്ങ് നോക്കത്താ ദൂരത്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ടെലിപ്പതി. നിങ്ങൾ കുറേ പേർക്ക് അറിയുണ്ടാവും, കേട്ടിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന, നിങ്ങളെന്നും കൈപ്പിടിച്ച് കൊണ്ടുപോകാവുന്ന ചില ക്ലാസ്സുകളുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിലെ നമ്പർ കൊടുക്കാം. അനുവിന്ദ് സർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിമനോഹരമായിട്ടുള്ള
ക്ലാസ്സസ് സാറ് എടുക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളാണ്, അത് ഫ്രീ കോഴ്സുകളാണ്. 1 ഇയർ കോഴ്സുകളുണ്ട് അല്ലേ. 1 ഇയർ കോഴ്സൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വർഷമൊക്കെ നമ്മൾക്ക് ഫീ ഇല്ലാതെ തന്നെ നമ്മളെ ഗൈഡ് ചെയ്തിട്ട് ഒരാൾ കൊണ്ടുപോകാനുണ്ടാവുക. എല്ലാ ദിവസവും നമുക്ക് മെഡിറ്റേഷനും കാര്യങ്ങളും കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതിനോളം ഒരു ഭാഗ്യമാണ് അതൊക്കെ. അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ കോണ്ടാക്ട് നമ്പറും ലിങ്കൊക്കെ ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പം നിങ്ങളത് നോക്കിയിട്ട് സാറിൻ്റെ ക്ലാസ്സുകൾ താല്പര്യമുള്ളവർ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഞാൻ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, എൻ്റെ അനുഭവത്തിൽ എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ട് വന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരികയാണ്. അങ്ങനെയുള്ള വീഡിയോസാണ് ഇതെല്ലാതും. നിങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ പുതിയ കാര്യങ്ങളുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടവർക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. അങ്ങനെ കുറച്ച് പുതിയ ആൾക്കാരൊക്കെ നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് അവർക്കും നല്ല നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാവട്ടെ. പിന്നെ ഞാൻ വേറൊരു കാര്യം, ഇതിൻ്റെ അകത്ത് ഇതിനോട് ബന്ധമില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, ഇതെൻ്റെ സെക്കൻഡ് ചാനലാണ്. എനിക്ക് വേറൊരു ചാനലുണ്ട് ദേവദർശ എന്നുള്ള പേരിൽ. അതിൽ കുറച്ച് എൻ്റെ പാട്ടുകൾ മാത്രമാണുള്ളത്. അപ്പം ഞാൻ പുതിയൊരു മുരുക ഭക്തിഗാനം, സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു മുരുക ഭക്തിഗാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ശരവണ ഭവനെ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഭക്തിഗാനമാണത് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാനിത് പറയണത്, അല്ലെങ്കിൽ ഞാനത് പറയില്ലായിരുന്നു. നിങ്ങളിൽ പാട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ദേവദർശ എന്ന് പറയുന്ന ചാനലൊന്ന് നോക്കുക. അതിൽ ശരവണ ഭവനെ കേട്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പോവാണ്. സ്നേഹത്തോടു കൂടി എല്ലാവർക്കും താങ്ക് യു.